അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. സദഖല്ലാഹുൽ അദീം. സൂറത്തുൽ ബഖറ 190-ാമത്തെ ആയത്ത്, 189 കൂടിയ ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഉപകാരപ്രദമായ വിജ്ഞാനം നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആദ്യം പാരായണവുമായി ബന്ധപ്പെട്ട് ഒന്ന് പറയാം. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. വഖാതിലു, ക എന്നല്ല, അക്ഷരസ്ഫുടത വേണം. ഖതല, വഖാതിലു ഫീ സബീലില്ലാഹ്. സബീലില്ലാഹ് ഇല്ല എന്നാണ്, അതിന് മുമ്പ് കസ്റാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹ് എന്നൊക്കെ പറയും പോലെ തന്നെ വഖാതിലു ഫീ സബീലില്ലാഹ്. അവിടെ ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി. അല്ലദീന, അല്ലദീന, അല്ലദീന എന്നല്ല, അല്ലദീന. അപ്പൊ നാവ് പല്ലിന്റെ അറ്റങ്ങളിൽ മെരട്ട് വെക്കരുത്. മെരട്ട് വെച്ചാൽ പറയൂ. യുകദ്ദിബു, കദ്ദബ യുകദ്ദിബു. അല്ലദീന യുഖാതിലൂനകും, യുഖാതിലൂനകും വലാ തഅ്തദു, വലാ തഅ്തദു. അപ്പൊ ത എന്നല്ല, ഐന, തഅ്തദു എന്ന് പറയേണ്ട ആവശ്യമില്ല. തഅ്തദു. പിന്നെ ഇന്നല്ലാഹ, ഇന്ന നൂനിന് ശബ്ദ വന്നാൽ മണിച്ചു പറയണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. മൗനം വെടിയൂ, മൗനം വെടിയൂ എല്ലാവരും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. നൂനിന് ശബ്ദ വന്നാൽ നല്ലോണം മടിച്ചു ഉച്ചരിക്കണം. അപ്പൊ സൂറത്തുൻ നാസ് ഓതിയാൽ അത് അങ്ങ് പഠിച്ചു അല്ലേ? അന്നാസ്. അപ്പൊ ഇവിടെ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. യുഹിബ്ബു, ഹ എന്നാണ്, യുഹിബ്ബു എന്നല്ല. യുഹിബ്ബു, ഹ. നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. യുഹിബ്ബു എന്താണ്? ശരി, ഇത്രയാണ് അതിലുള്ളൂ. അപ്പൊ എല്ലാവരോടും ഒന്ന് ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
وقاتلوا في سبيل الله الذين يقاتلونكم ولا تعتدوا إن الله لا يحب المعتدين. നല്ല ഉഷാറായിട്ടുണ്ട് അല്ലേ? പൊതുവിൽ തന്നെ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് നല്ലൊരു ഉണർവ് കാണുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. നല്ല ഓണായിട്ടാന്നൊരു കൂട്ട്, നബിദിനായിട്ടാന്ന് വേറൊരു കൂട്ട്. ഓണായാലും വേണ്ടില്ല, നബിദിനായിട്ട് വേണ്ടാന്ന് വേറൊരു കൂട്ട്. എന്തായാലും ഇന്ന് കുടിച്ച ചായ എല്ലാ ദിവസവും കുടിക്കണത് നല്ലതാണ്. കാരണം നിങ്ങൾ കണ്ടിട്ട് തന്നെ ഒരു പുതിയ കുപ്പായൊക്കെ വിട്ടിടണമെന്ന് സംശയിച്ചു. പുതിയ ഒരു ആവേശത്തിലാണ്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇതിന്റെ വാക്കർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. വഖാതിലു, ഖതല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു അല്ലെങ്കിൽ കൊന്നു എന്നൊക്കെ അർത്ഥം. വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാഹ്, സബീൽ മാർഗം, അല്ലാഹു തന്നെ. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. അല്ലദീന, ഒരു കൂട്ടർ. യുഖാതിലു, അവർ യുദ്ധം ചെയ്യുന്നു. നിങ്ങളോട്. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൂട്ടരോട്. വലാ തഅ്തദു, നിങ്ങൾ അതിര് കവിയരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുന്നില്ല, അൽ മുഅ്തദീൻ, പരിധി ലംഘിക്കുന്ന ആൾക്കാരോട്. ഇത്രേ ഉള്ളൂ. വളരെ ചെറിയ ഒരു ആയത്താണ്. ഇതിന്റെ വാക്കർത്തൊക്കെ നമ്മളിപ്പോ ഒറ്റയടിക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുക. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ. അല്ലദീന യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട്. വലാ തഅ്തദു, നിങ്ങൾ അതിക്രമം കാണിക്കരുത്, അതിര് കവിയരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, അതിര് കവിയുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല. ഇതാണ്. അപ്പൊ ഇതൊന്ന് കാര്യത്തിലാണല്ലോ എന്ന് പറഞ്ഞാൽ, ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ നോമ്പ് പിടിക്കാനും ദുആ ചെയ്യാനും ഒക്കെയാണ് അല്ലേ? നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ദുആയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ ഹജ്ജിനെ കുറിച്ച് യസ്അലൂനക അനിൽ അഹില്ല എന്ന് പറഞ്ഞിരുന്നു. വിശുദ്ധമായ മാസങ്ങൾ, പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണത്? പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചതാണ്. പറയൂ. റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, 4 മാസങ്ങളാണ്. റജബ്, ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, 4 മാസം. ഇതാണ് പവിത്രമായ മാസങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ അല്ലാത്ത ഒരു മാസത്തെക്കുറിച്ച് പവിത്ര മാസങ്ങളെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ചയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയിൽ തന്നെ ഉള്ളതാണ്. ഇത് പരസ്പര ബന്ധമില്ലാത്ത എന്തോ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പോ ഇവിടെ ഇതാ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഖുർആനിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. സായുധമായ, ആയുധമെടുത്തുകൊണ്ടുള്ള ഒരു സംഗതിയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. അപ്പോ എന്താപ്പത് ഇങ്ങനെ ആയാലും ഇപ്പം എങ്ങനെ ശരിയാവുക? കാരണം ഖുർആനിനെ കുറിച്ച് പലരും പറയുന്നത് ഇതില് പിന്നെ ഈ സംഘർഷങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, യുദ്ധങ്ങൾ, ഭീകരത, തീവ്രവാദം എന്നൊക്കെയാണ് പലരും പറയുന്നത്. അതിപ്പോൾ നേരെ തന്നെയാണോ? യുദ്ധം ചെയ്യാനൊക്കെ പറയണത് എന്താണ്? മനുഷ്യന് സമാധാനം കിട്ടാൻ ഓതുന്ന ഒരു കിതാബാണ് ഖുർആൻ. അതൊരു മതത്തിന്റെ ഗ്രന്ഥമാണല്ലോ. അതിലെന്താണ് യുദ്ധം? അങ്ങനെ. അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു സംഗതിയെക്കുറിച്ച് ഫേക്കായിട്ടുള്ള, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വേഗം മനസ്സിലാവും,
ഒരു സംഗതിയെക്കുറിച്ച് ഉള്ള ഫേക്കായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ആ ധാരണ പുറത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോൾ പുതിയ കാലത്ത് കാണുന്ന കാര്യം. അപ്പൊ നമ്മൾ ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇസ്ലാമിന്റെ അകത്ത് എന്താണുള്ളത് എന്നാണ് പിന്നെ അന്വേഷിക്കേണ്ടത്. നമ്മൾ സാധാരണ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതം എന്ന് പറയുന്ന ഒരു ധാരണ, ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ള ചർച്ച ചെയ്യാം. എന്തൊക്കെ പറ്റും എന്തൊക്കെ പറ്റൂല എന്നിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറയാണ്, ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു രാജ്യം, നമ്മുടെ രാജ്യത്തോട് നമുക്ക് കൂറുണ്ട്, സ്നേഹമുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികൾ വിവിധങ്ങളായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്തിന് പല വകുപ്പുകളിൽ മന്ത്രിമാരും വകുപ്പുകളും ഉണ്ട്. അതിൽ ഒരു വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വകുപ്പാണ് പ്രതിരോധ വകുപ്പ്. അതിൻ്റെ മന്ത്രി ആരായിരുന്നു ഇപ്പോഴത്തെ? മുമ്പ് നമ്മളെ നാട്ടിലൊരാളായിരുന്നു, AK ആന്റണി ആയിരുന്നു. അപ്പൊ ഇപ്പോ വേറൊരാളാണ്. അതിങ്ങനെ ഭരണം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറും. ഈ പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽപ്പെട്ട ഒന്നാണ് ആയുധ നിർമ്മാണം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അണുശക്തി ഉള്ള രാജ്യമാണ്, അല്ലെ? അണുവായുധം ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടുണ്ട്. എവിടെയാണ് പരീക്ഷിച്ചിരുന്നത്? പൊക്രാൻ. അവിടെയാണ് പരീക്ഷിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാണ്, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനം എടുത്താൽ എന്ത് ചെയ്യാം, അണുവായുധം ഉണ്ടാക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ഈ പ്രതിരോധ വകുപ്പിന്റെ കീഴിൽ ആയുധ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആയുധ പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർവായുധ സജ്ജരായിട്ടുള്ള 3 സൈനിക വിഭാഗങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണത്? 3 വിഭാഗം ഉണ്ട് നമുക്ക്, അല്ലേ? പണ്ടൊക്കെ നമുക്ക് അതിന് 3-നും 3 മേധാവികളായിരുന്നു. ഇപ്പൊ അതിലൊക്കെ ചില മാറ്റങ്ങൾ വന്നു. കരസേന, നാവികസേന, വ്യോമസേന എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഇവരുടെ പണി എന്താണ്? എന്തിനാണ് ഈ ആയുധമൊക്കെ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആകാശത്തേക്ക് വെടിവെക്കാനാണോ ഈ തോക്കൊക്കെ? പോലീസുകാരെടുത്തും പട്ടാളക്കാരെടുത്തും ഒക്കെ തോക്ക് എന്തിനാണ്? ഉപചാര വെടിവെക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ? അല്ല. എന്തിനാണ് ഈ ബോംബ് നിർമ്മാണം? ഞാൻ പറയുന്നത് തേങ്ങ പെറുക്കാൻ പോയപ്പോൾ പൊട്ടിയ ബോംബിനെ കുറിച്ചല്ല. നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോംബുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനുള്ളതാ? അപ്പോ ആളെ കൊല്ലാനുള്ളതല്ലേ? ആളുകളെ കൊല്ലാനല്ലേ വെടിവെക്കുന്നത്, ബോംബ് വെക്കുന്നത്, റോക്കറ്റ്, മിസൈൽ, ഇതൊക്കെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ രാജ്യം, നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ രാജ്യം, ലോകത്തിൻ്റെ മുൻപാകെ ജനാധിപത്യത്തിൽ പേര് കേട്ട ഒരു രാജ്യം, ഇങ്ങനെ ആളെ കൊല്ലാനുള്ള ബോംബുണ്ടാക്കലും അതിന് ആളുകൾക്ക് പരിശീലനം നൽകലും ഒക്കെ ചെയ്യാൻ പാടുണ്ട്. മൗനം പാലിക്കരുത്, വേഗം പറയണം. അല്ലേ? അപ്പൊ ആളെ കൊല്ലാൻ പാടുണ്ടോന്ന് എൻ്റെ ചോദ്യം. നമ്മൾ സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ശാന്തി എന്ന് പറയുന്ന ഒരു ദർശനത്തിന്റെ പിന്മുറക്കാരല്ലേ? നമ്മളിങ്ങനെ ആളെ കൊല്ലുക, യുദ്ധം നടത്തുക, ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന, 10ാം ക്ലാസ്സിന് വരുന്നവർക്കും എല്ലാത്തവർക്കും ഒക്കെ അറിയുന്ന ഒരു ഉത്തരമാണ് അതിനുള്ളത്. ഒരു രാജ്യം അതിൻ്റെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബാധ്യതയുള്ളവരാണ്. അപ്പോഴാണതൊരു ഒരു രാജ്യവും ആ രാജ്യത്തിൻ്റെ ഭരണകൂടവും ആകുന്നത്. കണ്ടയിടത്തുള്ളവർക്കൊക്കെ വന്ന് നമ്മുടെ മൂക്കിന് തോണ്ടി പോകാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മുടെ ഭരണകൂടം എന്നൊക്കെ പറയണതിൽ എന്താ അർത്ഥമുള്ളത്?
അപ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം ലഭിക്കണം. അത് ആ രാജ്യം ഭരിക്കുന്നവരുടെ ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. ഇപ്പൊ തന്നെ പല വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിൽ ഭരണാധികാരികൾ ഏർപ്പെട്ടപ്പോൾ ചൈന ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇപ്പൊ തന്നെ പിടിച്ചെടുത്തു എന്നാണ്. അപ്പൊ നമ്മൾ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഭരണാധികാരിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്, നമ്മളെ സ്ഥലക്കഥ ഓല് കൊണ്ടുപോണ് എന്ന് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? അങ്ങനെ കൊണ്ടുപോകാതിരിക്കണമെങ്കിൽ എന്തു വേണം? നമ്മൾ നിരാഹാരം നടത്തിയാൽ മതിയാവോ? നമ്മൾ ഉപവാസം നടത്തിയാൽ, നമ്മളെ ഗാന്ധിജി അതല്ലേ പഠിപ്പിച്ചത്, നിരാഹാരം ഇരിക്കുക മതിയോ? പാകിസ്ഥാൻ ഇതാ അപ്പുറത്തുനിന്ന് തക്കം കിട്ടിയാൽ ഇങ്ങോട്ട് കയറാനും നമ്മളെ കാശ്മീരൊക്കെ പിടിച്ചെടുക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരു കവിള തടി കിട്ടിയാൽ മറു കവിൾ കാണിച്ചു കൊടുക്കുന്ന ആ പ്രശാന്ത സുന്ദരമായ ഒരു വർത്താനം പറഞ്ഞു നിന്നാൽ നമ്മളെ കാശ്മീർ നമ്മളെടുത്തുണ്ടാവോ? ഉണ്ടാവും. അപ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് ആ രാജ്യം ഭരിക്കുന്നവരുടെ ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുന്നതല്ല കുഴപ്പം, അത് നിർവഹിക്കാതിരിക്കുന്നതാണ് കുഴപ്പം. ഒരു രാജ്യത്തെ പൗരന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകാൻ ഒരു ഭരണകൂടത്തിന് കഴിയുന്നില്ല എങ്കിൽ അതൊരു പ്രാപ്തിയുള്ള ഭരണകൂടമല്ല എന്ന് മനസ്സിലായിക്കൊള്ളണം. ഇത്രത്തോളം നിങ്ങൾ സമ്മതിച്ചോ? ഇതിനപ്പുറമൊന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലോ ഖുർആനിലോ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നമ്മൾ ഈ എല്ലാവരും ഒറ്റ ശ്വാസത്തിൽ അംഗീകരിച്ച ഈ ഒരു തത്വത്തിന്റെ അപ്പുറത്തേക്ക് ദീനുൽ ഇസ്ലാമിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥമാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചതിൽ നിന്നാണ് ഇതിലെന്താണ് നിങ്ങൾ യുദ്ധത്തിനെ പറ്റി പറയണത് എന്ന് ചോദിക്കുന്നത്. നിങ്ങളൊരു മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ ആ വാക്കൊന്ന് തിരുത്തി പറയാം. നിങ്ങളെ മനസ്സമാധാനത്തിനാണ്. ഖുർആൻ ഒരു വെറും മതഗ്രന്ഥമാണ് എന്ന് തെറ്റിദ്ധരിച്ചെടുത്ത് നിന്നാണ് ഈ ചോദ്യം. ഈ വെറും കൂട്ടാതെ തന്നെ എനിക്ക് മനസ്സമാധാനമുണ്ട്, പക്ഷെ നിങ്ങൾക്കൊരു മനസ്സമാധാനം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വെറും എന്ന് പറഞ്ഞതാണ്. അപ്പോ നമ്മൾ വിചാരിക്കുക ഒരു മതഗ്രന്ഥമാണെങ്കിൽ അതിലുണ്ടാകേണ്ടത് സ്നേഹത്തെക്കുറിച്ചാണ്, കാരുണ്യത്തെക്കുറിച്ചാണ്, വിട്ടുവീഴ്ചയെക്കുറിച്ചാണ്, ശാന്തിയെക്കുറിച്ചാണ് എന്നാണ്. അപ്പൊ അവിടെ വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ ഇതിന്റെ ശേഷം വേറെയും വരുന്നുണ്ട്, കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് നിർബന്ധാക്കിയിരിക്കുന്നു എന്നും പറയുന്നത് വേറെ വരാനുണ്ട്. അവിടെ നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആരാധനയാണ്, അനുഷ്ഠാനമാണ്, മതമാണ് എന്നതുപോലെ പ്രതിരോധമാണ്, ഭരണകൂടമാണ്, ജീവിത സംസ്കാരമാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഇപ്പൊ കുത്തിബ അലൈക്കും സിയാം എന്ന് പറഞ്ഞാല് നോമ്പ് നിർബന്ധാക്കി എന്ന് പറഞ്ഞാല് റബീഉൽ അവ്വൽ നിർബന്ധാക്കി എന്നല്ല. നോമ്പ് നിർബന്ധമാക്കിയത് എപ്പോഴാണ്? അതിന്റെ സമയത്താണ്. അഖീമുസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. എപ്പോ നിസ്കരിക്കേണ്ടത്? അതിനൊരു സമയമുണ്ട്, അപ്പൊ നിസ്കരിക്കണം. വആതു സക്കാ, സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടത്? അതിന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കണം. ഇതുപോലെ വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ എപ്പാ ചെയ്യേണ്ടത്? ഇഷ്ടമുള്ളപ്പൊക്കെ ചെയ്യാന്നല്ല, അതിന്റെ സമയമുണ്ട്, അപ്പൊ ചെയ്യണം. അപ്പോ അനന്തരാവകാശ നിയമം ഇസ്ലാമിലുള്ളതാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യേണ്ടത്? ആർക്കാ കൊടുക്കേണ്ടത്? അത് ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട്. വിവാഹം ചെയ്യണം, ആരാണ് ചെയ്യേണ്ടത്? മുൻകൈ എടുക്കേണ്ടത്? അൻകിഹുൽ അയാമാ മിൻകും, ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ പോയിട്ട് ആരും അറിയാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. അപ്പോ കെട്ടിച്ചു കൊടുക്കുക എന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നിനും അതാതിൻ്റെതായ സമയമുണ്ട്, സാഹചര്യമുണ്ട്, സന്ദർഭമുണ്ട്, രൂപമുണ്ട്, വിശദീകരണമുണ്ട്.
ആ എല്ലാ വിശദീകരണത്തോടും ഒപ്പമാണ്. അപ്പൊ ഈ ഒരു ഭരണഘടനയിൽ, ഈ ഖുർആനിൽ ഒരു മനുഷ്യൻ വ്യക്തി സ്വകാര്യം എന്നുള്ള നിലക്ക് ഇരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടതായ ഖുമില്ലൈല ഇല്ലാ ഖലീല, രാത്രി എണീറ്റ് നിസ്കരിക്കുക എന്ന് പറയുന്നതിന് രാജ്യവും ഭരണകൂടവും ഒന്നുമല്ല. അതൊരു മനുഷ്യൻ രാത്രി നട്ടപ്പാതിൽ എണീറ്റിട്ട് ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ്. അത് ഇതിലുണ്ട്. ഖാതിലു, യുദ്ധം ചെയ്യുക, അതൊരു ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണ്, വ്യക്തികൾ ചെയ്യാൻ പാടില്ല. അതും ഇതിലുണ്ട്. അല്ലാതെ നമ്മുടേതായ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രമാണ് ഇതിലുള്ളതെങ്കിൽ പിന്നെ ഈ ഖുർആൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് പറയുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ ഖുർആനിൽ യുദ്ധമുണ്ട്. ഇനി ഇതിന്റെ തൊട്ടടുത്ത ആയത്ത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരായത്താണ്. വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും, നിങ്ങൾ അവരെ കണ്ടെടുത്ത് വെച്ചിട്ട് കൊല്ലണമെന്നാണ്. അത് ചർച്ചകളിൽ നിരന്തരം ഉണ്ടാകുന്ന ഒരായത്താണ്. ഇൻഷാ അല്ലാഹ് അത് അതായിട്ട് തന്നെ നമുക്ക് വിശദീകരിക്കാം. ആ ആയത്തൊക്കെ എന്താണ്? അപ്പൊ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു കേവല മതം, അല്ലെങ്കിൽ ഒരു വെറും മതം, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന കൂട്ടായ്മ, അല്ലെങ്കിൽ ഒരു ആരാധന സംവിധാനം മാത്രമല്ല. അതൊരു ജീവിതമാണ്, സംസ്കാരമാണ്, അതൊരു രാഷ്ട്രമാണ്, അതൊരു നിയമമാണ്. ഈ ഖുർആൻ ഉത്ബോധന പുസ്തകമാണ്. അതോടൊപ്പം അൽ കിതാബ് എന്നതിന് പേരുണ്ടാവാൻ കാരണം ഇത് നിയമ പുസ്തകമാണ് എന്നതുകൊണ്ടാണ്. ഖുർആനിന് വിവിധ പേരുകളുണ്ട്. അൽ ഫുർഖാൻ എന്ന ഖുർആനിന്റെ പേരാണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അൽ കിതാബ് എന്നതിന് പറയാൻ കാരണം ഇത് നിയമമാണ് എന്നതുകൊണ്ടാണ്. നദീർ എന്നതിന് പറയാൻ കാരണം ഇത് മുന്നറിയിപ്പാണ് എന്നതുകൊണ്ടാണ്. ഖുർആനിനെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ തബ്ശീർ, മുബശ്ശിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് എന്നതുകൊണ്ടാണ്. ഖുർആനിനെ ദിക്ർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഉത്ബോധന ഗ്രന്ഥമാണ് എന്നതുകൊണ്ടാണ്. അൽ കിതാബ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത് നിയമ പുസ്തകമാണ് എന്നതാണ്. അപ്പൊ ഇതിലെല്ലാം ഉണ്ടാകണം, ഉണ്ട്. അപ്പോ ഇതിൽ യുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ ഇതിൽ യുദ്ധമുണ്ട്. അത് തീവ്രവാദമല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. എന്തുകൊണ്ടല്ല? ഒരു രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകുക എന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് ഭരണഘടനയിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെടണം. ഖുർആൻ ഒരു രാഷ്ട്രമാണ്, അതിന്റെ ഭരണഘടന കൂടിയാണ് എന്നതുകൊണ്ട് ഖുർആൻ എന്തല്ല? തീവ്രവാദം, ഭീകരവാദം ഒന്നുമല്ല. ഇത് തീവ്രവാദവും ഭീകരവാദവും ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെതടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും പ്രതിരോധ വകുപ്പിനെ കുറിച്ചും നമുക്ക് എന്ത് പറയേണ്ടി വരും? ഭീകരത, തീവ്രവാദം പറയേണ്ടി വരും. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ചേരിചേരാ നയങ്ങൾ സ്വീകരിച്ച ഒരു രാജ്യമായിരുന്നു. അത് മാലിയാണ്. ഇപ്പൊ നമ്മൾ ഇസ്രായേലിന്റെ ചങ്ങായിയാണ് നമ്മുടെ രാജ്യം. ലോകത്തെ ഏറ്റവും ഭീകര രാഷ്ട്രവുമായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ട്, ചങ്ങാത്തം. അവരെ വിളിച്ചിട്ടാണ് നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മൾ അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. അവർക്ക് ആയുധം കൊടുക്കരുത് എന്ന് നമ്മുടെ രാജ്യത്തോട് കൂറും താല്പര്യവുമുള്ള ഒരു അഭിഭാഷകൻ കൊടുത്ത ഹർജിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി തള്ളിയത്. കാരണം ഇസ്രയേലിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയാനാവില്ല എന്നാണ് നമ്മുടെ കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉള്ള പ്രതിരോധ വകുപ്പ് സ്വാഭാവികമാണ്, ആവശ്യമാണ്. പരിശുദ്ധ ഇസ്ലാം ഇതിനെല്ലാം ഉള്ളതാണ്. എല്ലാറ്റിലും ഉട്ടോപ്യൻ ചിന്താഗതിയോ സ്വപ്നലോകമോ അല്ല, പ്രാവർത്തികമായി കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് വഖാതിലു, നിങ്ങൾ യുദ്ധം ചെയ്യുക. പക്ഷേ ഈ ഒരു ആയത്ത് ഇറങ്ങുന്ന ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ ഹജ്ജിനെ കുറിച്ചാണ് പറഞ്ഞത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ദീർഘ ദിവസങ്ങൾ എടുത്തിട്ട് യാത്ര ചെയ്യണം. അവിടങ്ങളിൽ പട്ടാളങ്ങളൊന്നും വിന്യസിച്ചിട്ടില്ല. അപ്പോ മദീന എന്ന ഇസ്ലാമിക രാഷ്ട്രത്തെ മുളയിലേ നുള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ് മക്കത്തുള്ളത്. അതുപോലെ അതിനു വേണ്ടി എല്ലാ പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അത് ഉണ്ടാകുന്നതിന് തന്നെ അവര് വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനെ മറികടന്നു, ഹിജറ ഉണ്ടായി. സൗറൊക്കെ അങ്ങനെയാണ്. സൗറിന്റെ കഥയൊക്കെ അതാണ്.
ഹിജറയുടെ കാലം അതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട്, അത് റബീഉൽ അവ്വലാട്ടോ. റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ പുണ്യ റബി അല്ല, അതേസമയത്ത് ചരിത്രപരമായ ധാരാളം കാര്യങ്ങളുണ്ട്. ഹിജറ പോയത് റബീഉൽ അവ്വലാണ്. പക്ഷെ നമ്മൾ ഹിജറിനെ പറ്റി പറയൽ മുഹറത്തിലാണ്. അത് ഹിജറ കലണ്ടറിന്റെ തുടക്കം എന്നുള്ള അന്നേരം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം എന്നത് ഈ മാസത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ആ റസൂലിന്റെ വരവിന് മുമ്പ് വൈൻകാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അങ്ങേയറ്റത്തെ അന്ധകാരത്തിലായിരുന്നു സമൂഹം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ജനനം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആര് ജനിച്ചതിനേക്കാളും സവിശേഷതകളുള്ള ഒരു ജന്മമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം. അതുകൊണ്ട് റബീഉൽ അവ്വൽ അങ്ങേയറ്റം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മാസമാണ്. അതുപോലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഗതിവിഗതികളെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു മഹാസംഭവമാണ് ഹിജറ. അത് നടന്നത് റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ടും ഈ മാസം ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. അതേസമയത്ത് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഈ മാസത്തിന്റെ പേര് വന്നിട്ടില്ല. പുണ്യമാക്കപ്പെട്ട ഒരു സംഗതി എന്ന നിലക്കും ഈ മാസത്തെക്കുറിച്ച് പറയാവതല്ല. കാരണം പുണ്യം എന്താണെന്നുള്ളത് വേറെ പഠിപ്പിച്ചെന്ന കാര്യമാണ് എന്നതുകൊണ്ടാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ട് മദീനയിൽ എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് ഒരു 3 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് ആദ്യം ചെന്ന് ചേർന്നത്. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? ഖുബ. ഇങ്ങനെ നോക്കിയാൽ കാണുന്ന സ്ഥലമാണ് ഖുബായിൽ നിന്ന് മസ്ജിദ് നബവി നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ കാണുന്ന സ്ഥലം. ഇപ്പൊ ബിൽഡിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ കാണൂല. പക്ഷെ എന്നാലും അന്നത്തെ ഒരു കാലത്ത് എന്തായാലും ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ തിങ്കളാഴ്ച എത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ താമസിച്ചിട്ട് വെള്ളിയാഴ്ചയാണ് പോണത്. മക്കത്ത് നിന്ന് ഇത്രയേറെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ദുർഘടമായ യാത്ര ചെയ്തിട്ട് വന്നിട്ട് തിങ്കളാഴ്ച അവിടെ എത്തിയാല് കുറച്ചു നേരം കൂടി നടന്നാലേ എത്തു, മസ്ജിദ് നബവിയിലെത്തു, അല്ലെങ്കിൽ മസ്ജിദ് നബവി ഉണ്ടാക്കിയ സ്ഥലത്തെത്തു. അതാണല്ലോ ഫിനിഷിംഗ് പോയിന്റ്. ഇല്ല, ആ സ്ഥലമാണല്ലോ ഫിനിഷിംഗ് പോയിന്റ്. ആ സ്ഥലത്ത് എത്താൻ ഇനി വെറും 3 കിലോമീറ്ററേ ഉള്ളൂ എന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഖുബായിൽ താമസിച്ചു. അവിടെ ഒരു പള്ളി ഉണ്ടാക്കി അവിടെ താമസിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് അവിടെ നിന്നും വീണ്ടും യാത്ര പുനരാരംഭിക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, അന്ന് യസ്രിബിലുണ്ടായിരുന്ന എല്ലാ വിഭാഗം ആളുകളെയും അവരുടെ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തി വരാൻ പോകുന്ന ഒരു രാജ്യത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു രൂപം, ഘടന അവിടുന്ന് കണ്ടു. ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹം 1500 ആളുകളുള്ളൂ. മുസ്ലിങ്ങൾ മൊത്തം മദീനയിൽ താമസിക്കുന്നവരും ഹിജറ പോയവരും ഇനിയിപ്പോ സമീപത്ത് വരാനുള്ളവരും ഒക്കെ കൂടിയിട്ട് അതുള്ളൂ. 10,000 ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മദീന എന്ന് പറയുന്നത്. അന്നത്തെ ജനസംഖ്യ, അവിടുത്തെ പോപ്പുലേഷൻ. ഈ 10,000-ൽ ആകെ 1500 ആണെന്നുള്ളൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ശിർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ജൂതന്മാര്, ക്രൈസ്തവര്, വഹദേ വിശ്വാസികൾ, മജൂസികൾ, ഇങ്ങനെ പല പല ടീമുണ്ട്. പക്ഷെ അവരൊക്കെയായിട്ട് ചർച്ച നടത്തി. എന്നിട്ട് ആഭ്യന്തരം, വിദേശനയം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഏക രൂപം ഉണ്ടാക്കി. അതേസമയത്ത് പേഴ്സണൽ ലോസ് ഓരോ സമൂഹത്തിനും വേറിട്ട് കൊടുത്തു. ജൂതന്മാർക്ക് അവരുടെ നിയമം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ നിയമം. ഈ പേഴ്സണൽ ലോ എന്നൊക്കെ പറയുന്നത് ആധുനിക കാലത്ത് നമുക്കാരോ തന്ന എന്തോ ഒരു ഔദാര്യമൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ അവിടെ കാണിച്ചു കൊടുക്കുക. ജൂതന്മാർക്ക് അവരുടെ കോടതി ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനികൾക്ക് അവരുടെ കോടതി ഉണ്ടായിരുന്നു. ചില വിദ്വാൻമാർ, ദുർബല വിശ്വാസികളായ ചില വിദ്വാൻമാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ചില കേസിനൊക്കെ നബിന്റെ അടുത്ത് പോയാൽ ഇപ്പൊ എനിക്ക് എതിരാവും എന്ന് തോന്നിയിട്ട് ഓല് തന്നെ തയ്യാറുണ്ടാവും. ഒരു ജൂത കോടതിയിൽ പോയി അങ്ങനെ സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ നിഷേധിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇസ്ലാം. നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യണം, ആ പേഴ്സണൽ ലോ അംഗീകരിക്കണം, അല്ലെ ഇത് അംഗീകരിക്കണം. അപ്പൊ വ്യക്തി നിയമം എന്ന് പറയുന്നത് ഓരോ വിഭാഗക്കാർക്കും ഓരോന്നായിട്ട് വേറിട്ട് കൊടുക്കും. എന്നാൽ പൊതുവായ കാര്യങ്ങളിൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അതിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാവും. അതിനൊരു മജ്ലിസ് ഷൂറ ഉണ്ടാകും, ഒരു മന്ത്രിസഭ, ഒരു കൂടിയാലോചന സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ഭദ്രമായ ഒരു സംവിധാനം. ഇത്
എന്നാൽ പണിയായിരുന്നു 3 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവിടുത്തെ ഭരണാധികാരിയായിട്ട് റസൂൽ മദീന. അപ്പൊ ഇതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാ പണിയും ചെയ്തത്, ആര്, മക്കക്കാർ. അപ്പൊ ഇവിടുന്ന് മദീനയിൽ നിന്ന് മക്കത്ത് ഒരാൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല എന്ന് ചോദിച്ചാൽ അവിടെയാണ് കഅബ ഉള്ളത് എന്നുള്ളത് തന്നെ കാരണം. മദീന നിവാസികളായ ആളുകൾക്ക്, മക്കക്കാർക്ക് വേണമെങ്കിൽ മദീനത്ത് കൊണ്ടാന്ന് വിചാരിച്ച അടങ്ങ് കൂടാൻ പറ്റും. പക്ഷെ മദീനക്കാർക്ക് എന്നല്ല വേറെ ഏത് നാട്ടുകാർക്കും മക്കത്ത് പോകാതിരിക്കാൻ പറ്റൂല. കാരണം അവിടെയാണ് കഅബ ഉള്ളത്. ഉംറ ചെയ്യണമെങ്കിൽ, ഹജ്ജ് ചെയ്യണമെങ്കിലൊക്കെ എവിടെ പോകണം? മക്കത്ത് പോകണം. അപ്പൊ മദീനയിൽ നിന്ന് വിശ്വാസികളായ ആളുകള് മക്കത്തേക്ക് പോകുമ്പോൾ ആ വഴി ദുർഘടമാണ്. അപ്പൊ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഇത് യസ്അലൂനക എന്ന് പറഞ്ഞത് നിങ്ങളോട് അവർ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇതിന്റെ തൊട്ടു മുമ്പത്തെ. അപ്പൊ പല കാര്യങ്ങളും റസൂലുള്ളാഹിനോട് ചോദിച്ച് വ്യക്തത വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേരമാണ്. അപ്പോ ഹജ്ജിനെ പറ്റിയാണ് പറഞ്ഞത്. ഹജ്ജ് ഉദ്ദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉംറ ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ പവിത്ര മാസങ്ങളിൽ ആളുകൾ പോകും. അങ്ങനെ പോകുമ്പോ അവർ നിങ്ങളെ ആക്രമിച്ചാൽ, അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ, നിങ്ങൾ ഇത് പവിത്ര മാസമാണല്ലോ കൊള്ളു തന്നെ എന്ന് വിചാരിക്കണ്ട. അങ്ങനെ വിചാരിക്കണ്ട. അത് അടുത്ത ആയത്തിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അവരോടും എന്ത് ചെയ്യാം? യുദ്ധം ചെയ്യാം. പക്ഷെ വിശ്വാസി സമൂഹമായിട്ട്, സമൂഹം എന്ന് പറയുന്നത് നേതൃത്വം വേണം, ഭരണകൂടമൊക്കെ വേണം. ഇങ്ങനെ ഒരു ഭരണകൂടമാകുന്നതിന് മുമ്പ് മക്കയിൽ വെച്ച് ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരിടത്തു നിന്നല്ല, എല്ലാ വീട്ടിൽ നിന്നും, ഓരോ വീട്ടിൽ നിന്ന് തന്നെയും ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പൊക്കെ അള്ളാഹ് പറഞ്ഞത് കുഫു ഐദീക്കും, നിങ്ങൾ നിങ്ങളുടെ കൈ അടക്കി വെക്ക് എന്നാണ്. കാരണം ഇസ്ലാമിലെ ഖിതാൽ എന്ന് പറയുന്നത് വ്യക്തികളുടെ പക തീർക്കാനോ, അവരുടെ ഒരു എന്താ പറയാ, നമ്മളുണ്ടല്ലോ ഒരു 4 വർത്താനം കൂടെ പറഞ്ഞപ്പോ ഒരു സമാധാനം തന്നില്ലേ, അങ്ങനെ ഒരാളെന്തോ ചെയ്താല് അവർക്ക് കണക്കിന് കൊടുക്കാനോ വേണ്ടിയിട്ടുള്ള ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ സുമയ്യ റളിയല്ലാഹു അൻഹയെ കുന്തം കയറ്റി കൊന്നു കളഞ്ഞപ്പോ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യേണ്ടിയിരുന്നു. കുഫു ഐദീക്കും, നിങ്ങൾ നിങ്ങളെ കൈയടക്കി വെക്ക് എന്നാണ് അന്നേരം പറഞ്ഞത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു രാജ്യത്തെ പൗരന്മാരുടെ സ്വത്തിനും ജീവനും അഭിമാനത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ഭരണകൂടത്തിനാണ്. ഒരു രാജ്യമാകുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് അനുസരിച്ച് പോലും ഒരു രാജ്യം ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറണമെങ്കിൽ എന്തൊക്കെ വേണം? ഭൂപ്രദേശം വേണം, അവിടെ ജനസമൂഹം വേണം, പരമാധികാരം വേണം. ഈ 3 ഉണ്ടെങ്കിലാണ് ഒരു സ്ഥലം ഒരു രാജ്യമാവുള്ളൂ. നിങ്ങൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ ബുക്ക് എടുത്ത ആൾക്കാർ എന്നല്ല, പഠിച്ച ആൾക്കാർ. ബുക്ക് നമ്മൾ പലതും എടുത്ത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അതനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരു രാജ്യമാവണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ നമ്മൾ കേരളത്തെ കുറിച്ച് രാജ്യം എന്ന് പറയാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ആൾക്കാരില്ലേ? ഉണ്ട്. ഇവിടെ ഭരണകൂടല്ലേ? ഉണ്ട്. പിന്നെന്താ ഇപ്പൊ അവിടെ വേണ്ടത്? എന്നിട്ടെന്താ രാജ്യം എന്ന് പറയാത്തത്? ഇവിടെ പരമാധികാരം ഇല്ല. പരമാധികാരം ഇന്ത്യക്കാണുള്ളത്. അതാണ് രാജ്യമെന്ന് നമ്മൾ നാടൻ ഭാഷ പറയുന്ന ഒരു രാജ്യമുണ്ട്. ഇജ്ജ് ഏത് രാജ്യത്താ എന്ന് ചോദിക്കണം. ആ രാജ്യത്തെ കുറിച്ചല്ല ഇവിടെ പറയണത്. ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ഒരു രാജ്യം ആകണമെങ്കിൽ അതിന് ഭൂപ്രദേശം വേണം, ഭരണകൂടം വേണം, അവിടെ ജനങ്ങൾ വേണം, പരമാധികാരം വേണം. അങ്ങനെ വേണം. അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു രാജ്യം. അപ്പൊ മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് നേതാവായിട്ട്, ജനങ്ങളും ഉണ്ട്, ഭൂപ്രദേശവും ഉണ്ട്. എന്തില്ല? പരമാധികാരമില്ല. അതുകൊണ്ട് അവിടെ ആക്രമിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന മനുഷ്യന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള നിയമപരമായ ബാധ്യത ആ സമൂഹത്തിനില്ല. അത് അവിടുത്തെ ഭരണ സംവിധാനം അനുസരിച്ചിട്ട് നടക്കേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ കൈ അടക്കി വെക്കുക എന്ന് പറയുന്നത്. അതേസമയത്ത് മദീനയിലെത്തിയതോട് കൂടിയിട്ട് പരമാധികാരമുള്ള ഒരു ഭരണാധികാരിയും ഒരു രാഷ്ട്രവുമായി കഴിഞ്ഞു. അപ്പോൾ അവിടെയുള്ള മനുഷ്യരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. ഇല്ല, സൗദി ഇപ്പം വന്നതല്ലേ അല്ലേ? മാഷങ്ങൾക്ക് ഓർമ്മ ഉണ്ടാക്കുമല്ലോ.
1960-കളിലെ സൗദി ആലു സൗദ് ഭരണം ഏറ്റെടുത്തപ്പോഴാണല്ലോ സൗദി അറേബ്യ ഉണ്ടായത്. അതുവരെ ഹിജാസ് പ്രവിശ്യയാണ്, അങ്ങനെ നീണ്ടു നിൽക്കുന്ന കുറെ ഭൂപ്രദേശങ്ങളാണ്. അപ്പോ നബിസ്വല്ലല്ലാഹുവിന്റെ കാലത്തൊന്നും അതെ സൗദി എന്ന് പറയുന്നത് ആലു സൗദ് എന്ന് പറയുന്ന കുടുംബത്തിന്റെ അടുത്ത് ഭരണം വന്നപ്പോഴാണ് സൗദി അറേബ്യ എന്ന് പേര് വന്നത്. വളരെ അടുത്ത കാലത്ത് സംഭവിച്ചതാണ്. അപ്പോ ആ കാലത്ത് മക്ക എന്ന് പറയുന്നത് ഒരു പ്രദേശമാണ്, യസ്രിബ് വേറെയാണ്, തായിഫിൽ വേറെ ഭരണകൂടമുണ്ട്. ഭരണകൂടം മീൻസ് ഇന്നത്തെ നമ്മൾ ഭരണകൂടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പോലെ ഒന്നും കാണരുത്, ഗോത്ര സംവിധാനങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും ചില സ്ഥലത്ത് രാജാക്കന്മാരുടെ ഭരണം നടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് ഗോത്ര തലവന്മാര് ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ ഈ ഗോത്രവർഗക്കാർക്ക് മൂപ്പന്മാരല്ലേ, ഒരാളല്ലോ രാജാവ്. ആദിവാസികൾക്ക് എപ്പോഴും രാജാക്കന്മാരൊക്കെ ഉണ്ട്. അധികാരമൊന്നും ഇല്ലെങ്കിലും ഒരു ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ രാജാക്കന്മാർ. ഈ ഓണത്തിന് ഇവിടെ കോവിലിൽ പോയിട്ട് ക്ഷണിക്കേണ്ട, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടല്ലോ, ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് രാജാക്കന്മാർ പോയതൊക്കെ. അങ്ങനെ പലതുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അങ്ങനെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഈ രാജ്യത്തെ പൗരന്മാർ എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, മജൂസികളുണ്ട്, ഇവരൊക്കെ പൗരന്മാരാണ്. ഇനി ബദർ പോലും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ബദറിലേക്ക് പോയത് എന്തിനാണ്? അന്യ മതക്കാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ആയിരുന്നെങ്കിൽ ബദറിലേക്ക് പോകേണ്ടിയില്ല. മദീനയിൽ തന്നെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ ഒരു മതക്കാര് വേറൊരു മതക്കാരോട് ലഹള കൂട്ടുന്നതിനല്ല ബദർ ഉഹുദ് എന്നൊന്നും പറയണത്. അങ്ങനെ ഒരു പരിപാടി ഇല്ല, ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. പിന്നെന്തിനാണ് മദീനാവാസികളായ ആളുകൾ ആ പൗരന്മാരുമായിട്ടുള്ള ഒരു അഹ്ദുണ്ട്, ഈ കരാറുണ്ട് ഭരണകൂടത്തിന്. ആ കരാർ എന്താന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ സക്കാത്ത് നൽകണം, മുസ്ലിങ്ങളല്ലാത്തവർ ജിസിയ നൽകണം. അതാണ് ടാക്സ് സിസ്റ്റം. അതിന് പകരം ആ രാജ്യത്തെ പൗരന്മാർക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകും ആര്? ഭരണാധികാരി. ഈ ജിസിയയെ പോലും നമ്മൾ എന്ത് ചെയ്തു? നാട്ടിൽ തെറ്റിദ്ധരിച്ചു. എന്താണ് പറയാ, മുസ്ലിം രണ്ട് തരക്കാരായിട്ടാണ് കാണുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് മുസ്ലിം അല്ലാത്തവരോടെല്ലാം ജിസിയ എന്ന് പറഞ്ഞിട്ടൊരു നികുതി ചുമത്തും. മുസ്ലിങ്ങളോട് വാങ്ങൂല, മുസ്ലിങ്ങൾ അല്ലാത്തവരോട് കംപ്ലീറ്റ് ജിസിയ വാങ്ങലായിരുന്നു പണി എന്നൊക്കെ പറഞ്ഞു കേട്ടാൽ തോന്നുന്നു വല്ലാത്തൊരു വിവേചനം തന്നെയാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളോട് ഭരണകൂടം സക്കാത്ത് വാങ്ങും. ഈ സക്കാത്ത് എന്ന് പറയുന്നത് 2.5% ഉള്ളതുണ്ട്, 5% ഉള്ളതുണ്ട്, 10% ഉള്ളതൊക്കെ അല്ലേ സക്കാത്ത്, വിവിധ കാര്യങ്ങൾ. അപ്പൊ ഈ സക്കാത്ത് വാങ്ങുമ്പോ ആ സക്കാത്തിൽ ഭരണകാര്യങ്ങൾക്കുള്ള സംഗതികളൊക്കെ അതിൽപ്പെട്ടതാണ്. മുസ്ലിം അല്ലാത്ത ഒരാളോട് ഇസ്ലാം സക്കാത്ത് വാങ്ങൂല. പക്ഷെ അവർക്ക് രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായ സംരക്ഷണത്തിന് സർക്കാർ വാങ്ങുന്ന ടാക്സ് ആണ് ജിസിയ എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് അത് തന്നെ ഇസ്ലാമിന്റെ വിശാലതയാണ്. അതായത് ഇത് ഭരണം ഇസ്ലാമിൻ്റെതാണ്. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ സക്കാത്ത് തരാം, അപ്പൊ നിങ്ങൾ മുസ്ലിമായി, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജിസിയ തരാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുസ്ലിം ആവാതെ മരണം വരെ ജീവിച്ചോളൂ. ആലോചിച്ചു നോക്കൂ, ഒരാളിൽ നിന്ന് ജിസിയ വാങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മളെ പറമ്പിനെ നമ്മൾ നികുതി അടയ്ക്കാൻ പോയാൽ ചിലപ്പം കാണാൻ നികുതി വാങ്ങൂല. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാകുക. വില്ലേജ് ഓഫീസ് പോയി, ഞാൻ പോയി നോക്കുമ്പോൾ എന്റെ നികുതി അടയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു സന്തോഷമായി. അതിന് 16 ഉറുപ്പിക ഉണ്ട് നികുതി, ഒഴിവായി കിട്ടി. ഇങ്ങനെ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ബേജാറാവും, എന്താ നികുതി വാങ്ങാത്തത്? അപ്പോ താലൂക്ക് ഓഫീസിൽ പോവും, അല്ലെ വേറെ ആരുടെ പോവും. എന്നിട്ട് നമ്മളെ പറമ്പിൽ നികുതി അടക്കണില്ല. എന്താ എടാ കിട്ടിയ 16 ഉറുപ്പിക ലാഭാക്കിയാ പോരെ? അല്ല, ഈ ടാക്സ് അവിടെ സ്വീകരിച്ചാലാണ് മുതൽ നിങ്ങളതാണ് വരുള്ളൂ. അതാണ് കാര്യം. പണ്ടൊക്കെ ഒരുപാട് ഹെക്ടർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്ന പല ആൾക്കാരും നികുതി അടക്കാൻ കഴിയാത്തതുകൊണ്ട് ഭൂമി വെറുതെ കൊടുത്ത കഥയൊക്കെ പറയണ കേൾക്കലുണ്ട്. അപ്പോ ടാക്സ് വാങ്ങുമ്പോഴാണ് അവരെന്താകുന്നത്? അംഗീകരിക്കുന്നത്. ഇതാണ് സംഭവം. ഒന്നുകിൽ സക്കാത്ത് വാങ്ങുന്നു, അപ്പൊ നിങ്ങൾ മുസ്ലിമായിട്ട് ആ രാജ്യത്ത് ജീവിക്കാൻ അംഗീകരിക്കുന്നു. അല്ലെങ്കിൽ ജിസിയ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവാൻ മനസ്സില്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിക രാജ്യത്ത് അവരുടെ ജീവിതം, അവരുടെ അസ്തിത്വം, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ജീവനും സ്വത്തിനുള്ള സംരക്ഷണം ഒക്കെ ഏറ്റു. അതാണ് ജിസിയ. അപ്പൊ അവരോട് നികുതി സ്വീകരിച്ചു, ടാക്സ് സ്വീകരിച്ചു. നമ്മളിപ്പോ സൗദി അറേബ്യയിൽ പോയിട്ട്
അവിടുത്തെ ഭൂമി നമുക്ക് സ്വന്താക്കാൻ. അപ്പോൾ എന്തുകൊണ്ട് കഴിയാത്തതെന്ന് വെച്ചാൽ ഫ്രീ സോണുകളുണ്ട്. അതല്ലാത്ത സ്ഥലത്ത് പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളെ രാജ്യത്തുള്ളവരല്ല, പക്ഷെ നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അതുപോലും തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ്, തെറ്റിദ്ധരിപ്പിച്ചു, ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള നീക്കമാണ് ബദർ. അത് തന്നെയാണ് ഉഹുദ്. 3 കാര്യമാണ് ഇസ്ലാമിലെ ഖിതാലിന് ഉണ്ടാവുക. 3 കാര്യം. ഞാനിങ്ങനെ വേം പറഞ്ഞുകൊണ്ടുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ, മനസ്സിലാക്കിക്കോ. 3 കാര്യം. 1, ആ രാജ്യത്തെ പൗരന്മാരുടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കണ ജീവനും സ്വത്തിനും സംരക്ഷണം, അതിനു വേണ്ടിയിട്ടാണ് ഖിതാൽ. 1. 2, മർദ്ദിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ജനവിഭാഗം സഹായം ആവശ്യപ്പെട്ടാൽ അവർ ഏത് തരക്കാരോ വിഭാഗക്കാരോ ആയിക്കൊള്ളട്ടെ, അവർക്ക് അഭയം നൽകാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം. 2. 3-മത്തത് എന്താണ്? 1 ജീവനും സ്വത്തിനും, 2 മർദ്ദിക്കപ്പെടുന്ന ഇവ, 3-മത്തത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ജനസമൂഹത്തോടുള്ള എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിൽ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചെയ്തത് എന്താണ്? മദീനയിൽ ജൂതരായിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ജൂതനാവാം, മുസ്ലിമാവാം, അല്ലെ, ക്രിസ്ത്യാനിയാവാം, ഒന്നുമില്ലാത്തവനൊന്നുമില്ലാണ്ട് ജീവിക്കാം. ഇതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചാൽ ആ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നവരോട് എന്ത് ചെയ്യും? നീതി കാണിക്കാൻ വേണ്ടി, നീതി സ്ഥാപിക്കാൻ വേണ്ടി എത്തിച്ചു. അപ്പോൾ ഒരാൾക്ക് ഞാൻ മുസ്ലിം അല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം അത് അവന് അള്ളാഹു കൊടുത്ത സ്വാതന്ത്ര്യമാണ്. അതെ, അത് നമ്മളാണ് അത് ചെയ്യേണ്ടത്. തെറ്റിദ്ധാരണ നീക്കേണ്ട പണി നമ്മക്കാണ്. ആ യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള സൂറത്തുൽ ഹജ്ജിലെ ആയത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗത്തെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്. ഞാനത് കാണിച്ചു തരാം. സൂറത്തുൽ ഹജ്ജില് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മളുടെ എന്തിനാണ് ഇതെന്ന് മനസ്സിലാവും. ഓക്കെ, വലൗല ദഫ്ഉല്ലാഹി നാസ ബഅ്ലഹും ബിബഅദ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു തടുക്കൽ, ചിലരെ കൊണ്ട് ചിലരെ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്തെ മറ്റൊരു വിഭാഗം കൊണ്ട് തടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം, അതാണ് പ്രതിരോധം, യുദ്ധം. അതുണ്ടായിരുന്നില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? ലഹുദ്ദിമത്, തകർക്കപ്പെടുമായിരുന്നു, സവാമിഅ, മഠങ്ങൾ, വബിഅ, ചർച്ചുകൾ, വസ്വലവാത്ത്, പ്രാർത്ഥനാലയങ്ങൾ, വമസാജിദ്, പള്ളികൾ, യുദ്കുറു ഫീഹ ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുന്ന പള്ളികൾ. ഇവിടെ എന്തൊക്കെ തകർക്കപ്പെടും എന്നാണ് പറയുന്നത്? പള്ളി തകർക്കപ്പെടുമായിരുന്നു, അതിനെക്കൊണ്ട് യുദ്ധം നല്ല. സവാമിയ എന്ന് പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ജൂത സിനഗോഗുകളെ കുറിച്ചാണ് പറയുന്നത്. ബിഅ എന്ന് പറയുന്നത് പിന്നെ എന്താണ്? ചർച്ചുകളാണ്. ചർച്ചില്ലേ, ചർച്ച്, ക്രിസ്ത്യൻ ചർച്ചുകൾ. സ്വലവാത്ത് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ആരാധനാലയങ്ങളുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ബുദ്ധന്മാരുടെ, ജൈനന്മാരുടെ, ആയതൊക്കെ ഉണ്ടോ ഇതൊക്കെ. ഒടുവിലാണ് പറയുന്നത് മസാജിദ് യുദ്കുറു ഫീഹി ഇസ്മുല്ലാഹി കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന പള്ളികളും. അപ്പൊ എന്തിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്? ക്ഷേത്രങ്ങളും സന്യാസി മഠങ്ങളും ജൂതന്മാരുടെ ആരാധനാലയവും ക്രിസ്ത്യൻ ചർച്ചുകളും പള്ളികളും തകർക്കപ്പെടാതിരിക്കാൻ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൽ പറഞ്ഞ പള്ളികൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തുള്ള ശിർക്കല്ലേ?
ഇന്ന ശിർക ലദുൽമുൻ അദീം, ഏറ്റവും കൊടിയ പാപമാണെന്ത്? ശിർക്ക്. ഈ ശിർക്ക് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. പാടില്ല എന്നുള്ളത് അള്ളാഹ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പാടില്ല എന്ന് പറഞ്ഞതിന്റെ ശേഷം ഒരാൾ ശിർക്ക് ചെയ്യാൻ തീരുമാനിച്ചാലോ അതിനുള്ള സൗകര്യമൊക്കെ വേണം. അതിനുള്ള സൗകര്യമൊക്കെ വേണം. ആ ശിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ശിർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായാലല്ലേ ശിർക്ക് ചെയ്യാതിരിക്കണോന് അക്കാരണത്തിന് സ്വർഗം കിട്ടുള്ളൂ. അല്ലെങ്കിൽ അപ്പൊ അയാൾക്ക് ക്ഷേത്രം അവിടെ വേണം, അയാൾക്ക് അവിടെ ജൂതന്മാരാണെങ്കിൽ അവർക്ക് അവരെ കാരണം നിങ്ങളിൽ ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക. എല്ലാത്തിനും ഈ സ്വാതന്ത്ര്യം ആര് തന്നു? 1947 ആഗസ്റ്റ് 15 നട്ടപ്പാതിരക്ക് കിട്ടിയതല്ലത്. ഇത് അള്ള മനുഷ്യന്മാർക്ക് കൊടുത്ത, ഇത് ബ്രിട്ടീഷുകാർ വന്ന് തടഞ്ഞു വെച്ചതാണ്. ആ തടഞ്ഞു വെച്ചതുകൊണ്ടാണ് അള്ള ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യം ഇജ്ജി തടയാൻ പാടില്ല, വെള്ള പിശാചിക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ വിശ്വാസികൾ സമരത്തിന് ഇറങ്ങിയത്. വെറുതെ ഇറങ്ങിയതല്ല, വളരെ കൃത്യമാണ്. അപ്പൊ അതുകൊണ്ട് യുദ്ധമുണ്ട്, യുദ്ധം ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഈ 3 കാര്യത്തിന് വേണ്ടിയാണ് ഇസ്ലാമിൽ യുദ്ധം ഉണ്ടാവുക. അതിൽ തന്നെ നിങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. എന്താ അള്ളാന്റെ മാർഗത്തിലായിരിക്കണം? വംശീയതക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പാടില്ല. മൻ ഖാതല അസബിയൻ ഫലൈസ മിന്നാ, ആരെങ്കിലും വർഗീയതക്ക് വേണ്ടി, വംശീയതക്ക് വേണ്ടി, പക്ഷപാതിത്വങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ഫലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല. അപ്പോ യുദ്ധം ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. ഈ വംശീയതന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്തും യുദ്ധത്തിന്റെ അവസരം മാഞ്ഞു പോവുകയില്ല. കാരണം വംശം തുടച്ചു നീക്കപ്പെടുന്നത് വരെ യുദ്ധം തന്നെയായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇസ്ലാമിലെ യുദ്ധം എന്താണെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ കാരണങ്ങളാലാണ്. ആ കാരണം ഏത് നിമിഷം നീങ്ങുന്നുവോ അന്ന് യുദ്ധം ഹറാമാകും. യുദ്ധം അനുവദിക്കപ്പെട്ട ഈ കാരണം ഉണ്ടല്ലോ, ഈ കാരണം ഏത് സെക്കൻഡിൽ നീങ്ങിപ്പോകുന്നുവോ ആ സെക്കൻഡിൽ യുദ്ധം ഹറാമാകും. യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരാള് ഇപ്പൊ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു മനുഷ്യൻ അലി റളിയല്ലാഹുവുമായിട്ട് ഉള്ള യുദ്ധം, അങ്ങനെ യുദ്ധത്തിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായി. അലി റളിയല്ലാഹു അദ്ദേഹവുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഇന്നത്തെ മാതിരി ഒരു ബോംബിട്ട് തീർക്കലല്ല കാര്യം, അല്ലേ? നേർക്ക് നേരെ ആയുധം വെച്ചിട്ട് കൈകാര്യം ചെയ്തിട്ട് അവസാനം മലർത്തി അടിച്ചിട്ട് കുന്തം കൊണ്ട് കുത്താൻ പോകുമ്പോ അദ്ദേഹം മുഖത്ത് കാർപ്പിച്ച് തുപ്പി. ആര് അലി റളിയല്ലാഹുവിന്റെ എതിരാളി. ഈ വെട്ടാൻ പോയ ആള് അല്ലെങ്കിൽ കുത്താൻ പോയ കുന്തം അങ്ങനെ തന്നെ ഒഴിവായി കളഞ്ഞു. അപ്പോ എന്താ കാര്യം? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവൻ എന്താണ് അക്രമിയാണെന്നുള്ളതും. പക്ഷെ അവൻ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ എനിക്ക് അവനോട് അടങ്ങാത്ത കലിയുണ്ടായി. അപ്പൊ പിന്നെ കുത്ത് എന്തിനും വേണ്ടിയുള്ള കുത്താവും? എൻ്റെ മുഖത്ത് തുപ്പിയവനോട് എന്നുള്ളതാവും. അത് അനുവദിക്കുന്ന കാര്യമല്ല. നമ്മളാണ് 2 കുത്തു, ഒന്ന് നേരത്തോ വന്നതിനുള്ള കുത്തു, 2 മുഖത്ത് തുപ്പിയതിനുള്ള കുത്തു, പിന്നെയും മതിയാവാത്തതിന് പിന്നെയും കുത്തു. എന്നാ ഇതാ നമ്മൾ ഒരു തമ്മിലുള്ള വ്യത്യാസം. സിറാത്തുല്ലദീന അൻഅംത അലൈഹിമും നമ്മളും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അവര് വളരെ വളരെ കൃത്യമാണത്. നമ്മൾ ചിലപ്പോൾ പറയാം അലുവ മുറിക്കണ അതിന് കൃത്യമായി മുറിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കൂലേ? അതിനേക്കാളും കൃത്യമാണത്. എന്തിനാണ് ഈ പണിയെടുക്കുന്നത്? അത് ഇന്നതാ ഉദ്ദേശം. ഇതിപ്പോ യുദ്ധം വരട്ടെ, ഞാനും അങ്ങനെ തുപ്പിയാൽ കുത്തൂല എന്ന് വിചാരിച്ച് കാത്തിക്കണ്ട. നമ്മളിപ്പോ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പണിയുണ്ട്, അതിനിതുമായിട്ട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഇപ്പൊ നമ്മളിപ്പോ അധികം ആളുകൾ ഇപ്പൊ കാത്തിക്കണതിനറിയോ, ഞാനും ഇബ്രാഹിം നബിന്റെ മാതിരിയാവും, നമ്പ്രൂദ് തീയൊക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് എന്നെ എറിയാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിച്ച് കാത്തിക്കണ്ട. ഇപ്പോഴത്തെ നമ്പ്രൂദ് ഇപ്പൊ ഉണ്ട് ഇവിടെ, ഇന്നത്തെ തീക്കുണ്ടോ ഇവിടെ ഉണ്ട്. ഇന്നത്തെ ഇബ്രാഹിമാണ് നമ്മൾ ആണ്ടിയെന്ന് പറഞ്ഞ മാതിരി ഇതിനിപ്പോ നമ്മളൊരു ആൾക്കാരോട് യുദ്ധം ചെയ്ത് അയാളെ മുഖത്ത് ഉപ്പാൻ കാത്തുക്കൊന്നും വേണ്ട. ഈ നിലപാടിന് ഒരു പൊതുകാര്യം നമ്മുടെ നാട്ടിൽ നടക്കുന്നു, ആ പൊതുകാര്യത്തിൽ നമ്മൾ ഒരാൾക്ക് എതിർപക്ഷത്താവും എങ്കിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ അതിൽ കടന്നുകൂടാൻ പാടില്ല. മനസ്സിലായില്ല? നമ്മളൊരാളെ എതിർക്കുന്നത് എന്തിനായിരിക്കുന്നു? പൊതുവായൊരു കാര്യത്തിനാണ്. കാരണം ഓൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ഓനെ ഞാൻ എതിർക്കുന്നു.
ഓന് നമ്മളെ പള്ളിക്കെതിരാണ്, നമ്മളെ മദ്രസക്കെതിരാണ്, അപ്പൊ ഇന്നെ ചെയ്തു. അപ്പൊ ഞാൻ ഓനോട് കൈകാര്യം അതിന്റെ കൂട്ടത്തിൽ എന്റെ ദേശവും കൂടി എന്താക്കുക. ഏതായാലും ഓനായിട്ട് കേസിലാണ്, എന്നാ പിന്നെ ഓനെന്താക്കാം നമുക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഫീ സബീലില്ലെന്ന് നിങ്ങൾ മാറിപ്പോകും. നിങ്ങൾ ഈ ഒരു രംഗം നമുക്ക് പറയാൻ വളരെ സുഖമാണ്, പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ കാർക്കിച്ച് തുപ്പുമ്പോ അലിദാനുവിന്റെ ആ വാള് മാറ്റാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അലിദാനുവൊക്കെ കഴിയുള്ളൂ. അസാമാന്യമായൊരു സംഭവമാണത്. പക്ഷെ നമ്മൾ അങ്ങനത്തെ അഭിമുഖീകരിക്കാനുമില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്നതിൽ നമുക്ക് കഴിയണം. നമ്മൾ അഭിമുഖീകരിക്കുന്നതിൽ നമുക്ക് കഴിയണം. അപ്പൊ ഒരാളോട് നമ്മൾ ഞാൻ പറയണത് എന്താ അറിയോ, നമ്മൾക്ക് വ്യക്തിവിരോധമുള്ള ഒരാളെ അത് പറയാണ്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യല്, ബാക്കി മൊത്തം എല്ലാം കൂടി പറഞ്ഞ് പൊതിഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് പൈശാചികവൽക്കരിച്ച് ഓനെക്കാട്ടി വലിയ ചെയ്യുന്ന നമ്മളുണ്ടാവും. പക്ഷെ ഓൻ നമ്മളെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും, അതുകൊണ്ട് നമ്മളത് അറിയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. റസൂലുള്ളാഹിനോട് വന്നിട്ട് ചോദിച്ചവരോട് റസൂൽ പറഞ്ഞു കൊടുത്തു, പിന്നെ ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്താൽ അള്ളാന്റെ മാർഗത്തിലല്ല, തറവാടിത്തത്തിനും വംശീയതയ്ക്കും വേണ്ടി യുദ്ധം ചെയ്താൽ അള്ളാന്റെ മാർഗത്തിലല്ല. മനസ്സിലായില്ലേ? സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി യുദ്ധം ചെയ്താൽ അള്ളാന്റെ മാർഗത്തിലല്ല. അപ്പൊ നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന, പൊരുതുന്ന, സമരം ചെയ്യുന്ന കാര്യങ്ങളിലും നമ്മുടെ സമുദായം, വംശം, നമ്മളുടെ ഇതൊക്കെ വളർന്നു കൂടുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട്. പക്ഷപാതിത്വങ്ങൾ കടന്നുകൂടാൻ പാടില്ല. ഇപ്പൊ അതിന്റെ സമയമാണ്. പക്ഷപാതിത്വം മാത്രമേ ഉള്ളൂ. ആരാണ് കൊന്നത് ഇന്നവനാ, എന്നാ പിന്നെ വെറുതെ അയക്കൂല. ആരാ കൊന്നത് മറ്റവനാണ്, ഇത് പണിയാവൻ ചെയ്ത്. അതെന്തിനാണ്? ആകെ ഏതാ പാർട്ടി, ഏതാ ഗ്രൂപ്പ്, ഏതാ സമുദായം, ഇത് നോക്കിയിട്ടാണ്. അതിനാണ് റസൂൽ പറഞ്ഞു, നമ്മളിൽ പെട്ടവനല്ല അങ്ങനത്തെ, ആർക്ക് വേണ്ടിയാ. അതുകൊണ്ട് നിങ്ങൾ ഫീ സബീലിൽ അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. ഉടനെ തന്നെ പറയാണ്, എന്താ പറഞ്ഞത്, യുഖാതിലൂനക്കും, നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന ആൾക്കാരോടാണ്. അല്ലാണ്ട് എവിടെയോ ഇരിക്കുന്ന ഒരു കൂട്ടര് അവര് ശിർക്ക് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ പാഞ്ഞു മുക്കിട്ട് കയറാൻ പോകണ്ട. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്തു, അത് നിങ്ങൾ നോക്കേണ്ട കാര്യം. നിങ്ങളോട് ആയുധമെടുത്തവരോടാണ് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്. അതന്നെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരോടും അല്ല ഈ പറയണത്. നമ്മൾ ഈ രാജ്യവുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ്? ഈ രാജ്യവുമായ നമ്മുടെ ബന്ധം, ഈ രാജ്യം എന്താണ്? ദാറുൽ അഹദാണ്. നമ്മളുമായ ഒരു കരാറിലുള്ള ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാമെന്ന് നമ്മളോട് വാക്ക് പറഞ്ഞു. അത് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് വേറെ കേസാണ്. അത് ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിക്കേണ്ട പണി നമ്മളുടെ ബാധ്യതയാണ്. അത് വേറെ കാര്യം. അത് ഇസ്ലാമികമായ ഒരു ബാധ്യതയാണ് നമ്മളുടെ. ഈ രാജ്യം നമുക്ക് തന്ന ഒരു കരാറുണ്ട്. നമ്മൾ ടാക്സ് കൊടുക്കുന്നു. നമ്മുടെ രാജ്യം നമ്മുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും സംരക്ഷണം തരും. അഭിമാനത്തിനും സംരക്ഷണം തരും. അതുകൊണ്ടാണ് മാനനഷ്ടത്തിനൊക്കെ കേസ് കൊടുക്കുന്നത്. അതാണ്. പിന്നെ അവിടെ വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ, ഭരണകൂടം ഭരണഘടനയെ അനുസരിക്കുന്നില്ലെങ്കിൽ അവരെ തിരുത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഫലം അനുഭവിച്ചു നിൽക്കുന്നവരാണ് ഇപ്പൊ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും നമുക്കുള്ള വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള വോട്ട് ഭിന്നിക്കുന്നതിനെതിരായി നമ്മുടെ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള പരിശ്രമത്തിന് ഫലമുണ്ടായി എന്നതാണ്. അങ്ങനെ ഫലം ഉണ്ടായതുകൊണ്ട് ഫാസിസ്റ്റുകൾക്ക് 400 സീറ്റും ഭരണഘടന തിരുത്തലെന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് എന്തായിപ്പോയി? നമ്മൾ കത്തി ഉണ്ടല്ലോ, വെട്ടുമ്പോ കല്ലിനുണ്ടാല് എന്തായിപ്പോ മൂർച്ചങ്ങ് പോയി പോവില്ലേ, അതിന്റെ മൊനൊടിഞ്ഞു പോകും. ഇതേമാതിരി ഇവന്മാരുടെ ഒരു മൊനൊടിഞ്ഞു പോയത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതാണ് സംഭവം. അങ്ങനെ പണിയെടുക്കണം നമ്മൾ. അങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ ഈ ദാറുൽ അഹദിലേക്ക്, പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ദാറുൽ ഹർബ് എന്ന് പറഞ്ഞൊരു സംഭവം വേറുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഭരണകൂടം തന്നെ എന്താവുക, 100% നമ്മുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാത്ത, ആക്രമിക്കുന്ന, അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദാറുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതെന്താന്ന് വെച്ചാല് മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ജനവിഭാഗത്തെയും മതവിഭാഗത്തെയും ആരാധനാലയങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന
എല്ലാ ജനങ്ങൾക്കും അവകാശങ്ങൾ ലഭിക്കുന്ന ഒരു സുന്ദരമായ ഇസ്ലാമിക ഭരണവ്യവസ്ഥ എന്നതാണ്. അപ്പോ വല ചഅ്തദു, അതിന്റെ തൊട്ടടുത്ത് പറയുന്നത് നിങ്ങൾ അതിര് ലംഘിക്കാൻ പാടില്ല. ഇസ്ലാമിൽ എല്ലാത്തിനും ഒരു അതിരുണ്ട്. ആ അതിര് വിട്ട് കളിക്കാൻ പാടില്ല. ഒരാൾക്ക് ഒരു ദിവസം രാവിലെ എണീച്ചപ്പോൾ നല്ല ഉഷാറ്, എന്നാ സുബഹി 4 റക്അത്ത് നിസ്കരിക്കാൻ പറ്റൂല. എന്താ പറ്റാത്ത? രണ്ടാണ്, അതതിൻ്റെ അതിര്. ഒരാളിങ്ങനെ നോക്കുമ്പോൾ പൈപ്പ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നല്ല സുഖമുണ്ട്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഒരു 3 വട്ടം കഴുകണതിന് പകരം 13 വട്ടം മോൻ കഴുകുക പറ്റൂല. എന്താ? 4 വട്ടം തന്നെ കഴുകാൻ പറ്റൂല. 3 അല്ല 3 2 സംശയിച്ച 2 നിർത്തിക്കൂടിയതാണ്. എന്നാൽ 1 ഫർളുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിര് ലംഘിക്കാൻ പാടില്ല, അതിര് കവിയാൻ പാടില്ല, ഒരു കാര്യത്തിലും അതിര് കവിയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പുണ്യ റബീഉ എന്നൊന്നും പറയരുത്. കാരണം പുണ്യം കിട്ടേണ്ട ഒരുപാട് കാര്യം റസൂലുള്ളാഹി വേറെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബീഉ പുണ്യം കിട്ടുന്ന സംഗതിയായിട്ട് പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ എല്ലാം പഠിപ്പിച്ചാണ് ചെയ്യേണ്ടത്. യുദ്ധത്തിലും പല നിയമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പിന്നെ വൃദ്ധരെ കൊല്ലരുത്. യുദ്ധത്തിന് വാളെടുത്ത് വന്ന വൃദ്ധന്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ യുദ്ധമൊക്കെ നടക്കുമ്പോൾ ഏതൊരു വയസ്സനാളോട് അയാളെ ഒരു കൊല്ലരുത്. സ്ത്രീകളെ കൊല്ലരുത്. സ്ത്രീകൾ എന്ന് പറയാൻ എന്തോരം ആവേശം, എന്തെല്ലാം ആനുകൂല്യമാണ് ഈ പെണ്ണുങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ വളരെ സംഭവബഹുലമായ യുദ്ധം നടക്കുന്ന പെണ്ണുങ്ങൾ പാവമായിട്ട് നിങ്ങൾ കൊല്ലണ്ടാകും. അതങ്ങനെ. പിന്നെ കുട്ടികളെ കൊല്ലാൻ പാടില്ല. പിന്നെ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല. നിരായുധര്, അതായത് പിന്നെ യുദ്ധത്തിന് ഒരുങ്ങി വന്ന് ആയുധം ധരിച്ചവരല്ലാതെ ഏതോ ഒരു സാധു ഇങ്ങനെ, നമ്മളീ പോലീസുകാരൊക്കെ ലാത്തിച്ചാർജ് ചെയ്യില്ലേ, എല്ലാവരും അടിക്കും. ആ കൂടുതൽ ഇങ്ങനെ വെറുതെ പോണവനെയും പോയിട്ട് നടപ്പുറത്ത് തല്ലുന്ന ഒരു രീതി. അപ്പോൾ നിരായുധരെ ഒന്നും ചെയ്യും. അതേപോലെ കുടിവെള്ള സംഭരണികൾ എന്താക്കാൻ പാടില്ല, വൃത്തികേടാക്കാൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. ഫലവൃക്ഷങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. ഇങ്ങനെ കുറെ സംഗതി ഉണ്ട്. അല്ലാണ്ട് തോന്നിയ മാതിരി അടിച്ച് കൈകാര്യം ചെയ്യുന്ന പരിപാടിയല്ല. പല തഅ്തദു, നിങ്ങൾ അതിര് ലംഘിക്കരുത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെക്കുന്നത് അള്ളാന്റെ ഹുബ്ബുമായിട്ടാണ്. മനസ്സിലായോ? അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവൂല. അപ്പൊ നമ്മൾ ഈ പണിയെല്ലാം എടുക്കണതിന് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് നമ്മളെ ശുചായിത്തരം കാണിക്കാനോ ഞാനാണ് മികച്ചതെന്ന് പറയാനോ ഒന്നുമല്ല. 2 നിലയ്ക്ക് ആളെ കൊല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. ഒന്ന് ഖിതാലാണ്, മറ്റൊന്ന് ഖിസാസാണ്. ഖിതാൽ എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ പ്രതിക്രിയ, കോടതി നടത്തുന്ന പ്രതിക്രിയ. ഇത് രണ്ടും വ്യവസ്ഥാപിതമായ ഭരണകൂടം ചെയ്യേണ്ട കാര്യമാണ്. ഇത് മനുഷ്യന്മാർ കയ്യിലെടുക്കാൻ പാടുള്ള കാര്യമല്ല. മനുഷ്യന്മാർ കയ്യിലെടുക്കും. ഈ ആയത്ത് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്, ഒരുപാട് ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. വളരെ ന്യൂനപക്ഷം മനുഷ്യന്മാര് ഈ ആയത്ത് വെച്ചിട്ട് വേണ്ടാധീനങ്ങൾ ചെയ്യാനും പറയുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞില്ലേ ഖുർആനിൽ വഖാത്തിലും ഒന്നൊളി, അങ്ങനെ ഒന്നൊളി ഒന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ കൈയടക്കിയൊക്കെ അങ്ങനെ. അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിലാവണം. അതിൻ്റെതായ രീതിയുണ്ട്, അതിന്റെ സംഭവമുണ്ട്, സ്വഭാവം. കുത്തിബാലയ്ക്കും സിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോമ്പോറ്റോളി എന്ന് പറഞ്ഞാല് സഫറിലും റബീഉൽ അവ്വലിലും ഒക്കെ നോമ്പോറ്റോളിയതല്ല, റമദാനിലും ഒറ്റോളിയതാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ കൊടുക്കേണ്ടതെന്ന് കൃത്യമാണ്, അല്ലെ? ഹജ്ജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒഴിവാക്കിയിട്ട് പോകാനല്ല, അത് ഹജ്ജിന് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതുപോലെ ഖാത്തിലു എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ തോന്നിയ മാതിരി എന്നല്ല, അതിനതിൻ്റെതായ സമയം, സന്ദർഭം, രൂപം, രീതി ഉണ്ട്. അതും കൂടി ഉള്ളതാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേവല മതമല്ല എന്നതുകൊണ്ടാണ് ഇത്തരം നിയമങ്ങളും കൂടി ഇതിലുണ്ടാകുന്നത്. അല്ലാഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചെരുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.